ഞാൻ ഒന്ന് പനച്ചിക്കാട് പോകുന്നു. അവിടെ ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്ന് അഖിൽ ചേരുന്നുണ്ട്. അഖിൽ, ഗുഡ് മോർണിംഗ്. വിജയദശമി ആശംസകൾ. എന്താണ് പനച്ചിക്കാട് ക്ഷേത്രത്തിൽ നിന്നുള്ള കാഴ്ചകൾ? പനച്ചിക്കാട് ദക്ഷിണ മൂകാംബികയിലും രാവിലെ മുതൽ തിരക്കാണ് അല്ലേ? ഡോക്ടർ അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും വലിയ തിരക്ക് തന്നെയാണ് രാവിലെ മുതൽ തന്നെ പനച്ചിക്കാടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. നിരവധിയായ കുരുന്നുകൾ ഇങ്ങനെ എത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് രാവിലെ 4 മണി മുതൽ ഇവിടെ എഴുത്തിനിരുത്ത് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ തുടങ്ങിയ തിരക്കുകളാണ് എന്നുള്ളതാണ്. അരുൺകുമാർ, മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ ഡെസ്കിലേക്കുള്ള വളരെ മുതിർന്നൊരു പ്രധാനപ്പെട്ട ഒരു മാധ്യമപ്രവർത്തക ആദ്യാക്ഷരം കുറിച്ചത് ഇവിടുന്നാണ്. സുജാ പർവതി ആദ്യാക്ഷരം കുറിച്ച് ഇവിടുന്നാണ് എന്നുള്ളത് ഇന്നലെ എന്നോട് പറയുകയുണ്ടായി. അപ്പോൾ അങ്ങനെ പ്രശസ്തരായ ഒരുപാട് പേര് അവർ ആദ്യാക്ഷരം കുറിച്ചൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ്. അപ്പോൾ ഈ തിരക്കൊക്കെ അവർക്കറിയാം. മുൻ വർഷങ്ങളിലൊക്കെ തന്നെ 1 മണിക്കും ഉച്ച 1 മണിക്ക് ശേഷം വരെയൊക്കെ ഇത്തരത്തിൽ ഇങ്ങനെ എഴുത്തിനിരുത്ത് നീണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി ഇത്തവണ 40 ആചാര്യന്മാരുണ്ട്. 40 ആചാര്യന്മാർ നേതൃത്വത്തിലാണ് ഇത്തവണ എഴുത്തിനിരുത്ത് നടത്തുന്നത്. VS രഞ്ജിത്ത് പറഞ്ഞു കേട്ടു, അവിടെ ഈ കരയുന്ന ആളുകളൊക്കെ കുറവാണ്, അല്ലെങ്കിൽ കരയുന്ന ആളുകളെ കാണുന്ന കുറവാണ്. പക്ഷേ ഇങ്ങോട്ടേക്ക് വന്നാൽ നമുക്ക് അതിനൊരു കുറവില്ല. കരയുന്ന കുട്ടികൾ കുറേ ഉണ്ട് എന്നുള്ളതാണ്. അത് വാശി പിടിച്ചുകൊണ്ട് അവസാനം ആചാര്യന്മാരുടെ മടിയിൽ ഇരിക്കാൻ തയ്യാറാവാതെ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ ഒക്കെ അവരെ മടിയിൽ എഴുത്തിരുത്തേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. അതൊക്കെ അവരുടെ രക്ഷിതാക്കളൊക്കെ ഇങ്ങനെ വീഡിയോയിലൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കുറച്ച് കാലമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ കുറച്ചൊക്കെ വളർന്നു കഴിയുമ്പോൾ ആ വീഡിയോ ഒക്കെ കാണുമ്പോൾ അവർക്ക് എന്ത് തോന്നും എന്നുള്ളത് തന്നെയാണ് നമുക്ക് കൗതുകകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഈ നിരവധിയായ പേര് ഇങ്ങനെ തിരക്ക് ഇങ്ങനെ വർദ്ധിച്ച് ഓരോ സമയം കൂടുമ്പോഴും തിരക്ക് വർദ്ധിച്ചു വരുന്നു. അതിന്റെ ഇങ്ങനെ മുൻപിലേക്ക് നീണ്ടു